നെബിൻകുട്ടാ, എന്തോ നല്ല പാട്ട്, ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ. ഒന്ന് നന്നായിട്ട് പാടിയിട്ടു. മോനെ അനുപല്ലവി തൊട്ടാണ് ഒരു ടേക്ക് ഓഫ് വന്നത്. പല്ലവി ഒന്ന് ഇങ്ങനെ ആടി പോയെങ്കിലും അനുപല്ലവി കഴിഞ്ഞ് ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു, ആ ടോപ്പ് പോർഷൻ പോകുമോ എന്ന്. അവിടെ ബ്യൂട്ടിഫുൾ ആയിരുന്നു, നന്നായിട്ട് പോയി. മോൻ തന്നെ എൻജോയ് ചെയ്ത് പാടിയോ? അത് നമ്മൾ തന്നെ ആസ്വദിക്കുക. ആദ്യം നമ്മുടെ പാട്ട് നമ്മൾ തന്നെ ആസ്വദിക്കുക. അപ്പൊ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നാച്ചുറലി ആസ്വദിക്കും. അനുപല്ലവി തൊട്ട് കിലുങ്ങുന്ന തൊട്ട് മോൻ അങ്ങോട്ട് കയറി. പിന്നെ അനുവാദം അറിയാൻ വന്നപ്പോഴത്തേക്ക് അടിപൊളി സെറ്റായി. എൻ പോർഷൻ വന്നപ്പോൾ ബ്യൂട്ടിഫുൾ. ഇതാണ് ഇന്നിവിടെ സംഭവിച്ചത്. വെരി ഗുഡ്. കഴിഞ്ഞ പാട്ടിനെക്കാട്ടില് ഒരു ചെറിയ പോയിന്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഫാക്ടർ കയറി വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ഒരു 4-5 പാട്ട് കഴിയുമ്പം പിന്നെ ആരാ പേര് ഞാൻ വിചാരിച്ചൊരു 5-6 പാട്ട് കഴിയുമ്പോ ആരാന്ന് ചോദിച്ചാൽ യേശുദാസ്. അവൻ അങ്ങനെയൊന്നും പറയത്തില്ല, അവൻ മിടുക്കൻ ചെറുക്കനാണ്, അവൻ സൽസ്വഭാവിയാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചോ, എല്ലാരും പാടും ഇങ്ങനൊക്കെ പോവല്ലോ, അവൻ ഒറ്റ അനക്കമില്ലാതെ നിന്ന് പാടിയത്. അവൻ റൈറ്റ് ഹാൻഡ് ഒരു സംഗതി പാടുമ്പോൾ അനങ്ങിയിട്ട് പോലും ഇല്ല. അതൊരു വലിയ കഴിവാണ്. ഇത്തവണത്തെ പിള്ളേരെല്ലാം ജാംബോമാരാ, ജാംബോവാദികളും. ഇഷ്ടപ്പെട്ടു മോനെ, വെരി ഗുഡ്. അസലായിട്ട് പാടി മാം. എന്നുവെച്ചാൽ എനിക്ക് മെബിൻ്റെ വോയിസിലുള്ള ഒരു ഇന്നസെൻസ് ആണ് ഒരുപാട് ഇഷ്ടപ്പെടുന്നു. മെബിൻ്റെ വോയിസ് വളരെ യുണീക്കാണ്, ഒരു ക്ലീൻ വോയിസാണ്. എത്ര ഹൈയപ്പ് അവിടെ ഒരു സ്ഥലത്തിൽ സ്ട്രെയിൻ വന്നു, എന്നാലും ബാക്കി സംഗതി ആ മെല്ലെ പാടുമ്പോഴും ഒരു സ്വീറ്റ്നെസ്, ഒരു ഓപ്പൺനെസ്, ഒരു ഒളിവ് ഒന്നുമില്ലാതെ, ഒരു കള്ളം ഒന്നുമില്ലാതെ ഒരു ബ്യൂട്ടിഫുൾ, അങ്ങനെ ഓപ്പൺ ജെന്യുവൻ വോയിസാണ് അത്. ബ്യൂട്ടിഫുൾ. കീപ് ഇറ്റ് അപ്പ്. ഓക്കെ. ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ തന്നെ മോൻ സ്ലോ ആയിട്ട് തുടങ്ങി, കുറച്ച് കഴിയുമ്പോൾ വാമപ്പായി, ലാസ്റ്റ് ആയപ്പോൾ കസറി അല്ലേ. എനിക്കൊരാഗ്രഹമുണ്ട്, ഇതിപ്പോൾ ഒരു പെർഫോമൻസ് കൈൻഡ് ഓഫ് സോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പാട്ട് മോൻ കുറച്ചും കൂടെ ഒന്ന് ആക്റ്റീവായിട്ട് ഒന്ന് മൂവൊക്കെ ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു, മനസ്സാ വാചാ കർമ്മണ. പാട്ടിൽ ആബ്സല്യൂട്ട്ലി ശ്രദ്ധിച്ചു, അത് കമൻഡബിൾ, അടിപൊളി. കാരണം അതിലൊരു പ്രത്യേകിച്ച് എടുത്തുകൊണ്ട് 2 അനുപല്ലവിയുടെയും ചരണത്തിൻ്റെ എൻ്റെയിലുള്ള പോസ് ഉണ്ടല്ലോ, ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ നിന്നിട്ടുള്ള, അവിടെ പിച്ചിങ് എങ്ങും പോയിട്ടില്ല. അവിടെയൊക്കെ വേണമെങ്കിൽ നമ്മുടെ ശ്രുതി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെ മോൻ കൃത്യമായിട്ട് ഡോട്ട് ആയിട്ട് ആ ശ്രുതി മോൻ പിടിച്ചു എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മെബിൻകുട്ട, മോൻ്റെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, മോൻ്റെ സൗണ്ട് ഇഷ്ടമായി. എനിക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് എന്താ തോന്നിയെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഹൈ പിച്ചെല്ലാം നമ്മൾ പാടുമ്പോൾ അതിൽ ചില സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കാനും ബുദ്ധിമുട്ടാണ്. ഇനി എടുത്തു വന്നാൽ അതിനൊരു മനോഹാരിതയും കുറച്ച് കുറയും. പക്ഷേ മോനെ, നീ ആ ഹൈയിൽ പാടുമ്പോഴെല്ലാം അവിടെ സംഗതി വളരെ പോയിന്റഡ് ഔട്ടായിട്ട് എടുത്തിട്ടുണ്ട് ഇതിനകത്ത്, അല്ലേടാ? ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.